അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ 2025 മോഡൽ ട്രയംഫ് സ്പീഡ് 400 എന്ന് പറയുന്നത്. സോ ഓൾറെഡി നമുക്കറിയാം 400cc മാർക്കറ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ പെർഫോമൻസ് 400cc മോട്ടോർ സൈക്കിളായിട്ട് വന്നതാണ് ട്രയംഫ്. സോ ആ ഒരു മോഡലിൻ്റെ ഒരു 2025 അപ്ഡേറ്റഡ് മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ 4 കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ കുറച്ച് ചേഞ്ചസ് ഈ ഒരു വാഹനത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ പ്രൈസിങ് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഇതിലെ ചേഞ്ചസ്, എന്തൊക്കെയാണ് പുതിയ പ്രൈസ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ചസിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുതിയ 4 കളേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു പുതിയ വൈറ്റ് കളറാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് പുതിയ ഒരു റേസിംഗ് യെല്ലോ, അതുപോലെ തന്നെ റെഡ്, ബ്ലാക്ക് കളേഴ്സിലും കൂടെ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡ് 400ൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ആ ഒരു റെട്രോ നിയോ സ്റ്റൈലിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പ്രോപ്പർ റോഡ്സ്റ്റർ അല്ലെങ്കിൽ ഒരു മിനി റോഡ്സ്റ്റർ രീതിക്കാണ് ഇതിനെയും ട്രയംഫ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസൈനിൽ വലിയ ചേഞ്ചസ് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സ് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്കിതിൽ 4 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റിയോട് കൂടിയിട്ടുള്ള ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സാണ് വരുന്നത്. സോ നമ്മുടെ ഹാൻഡ് റീച്ചിനനുസരിച്ച് നമുക്കിത് കംഫർട്ടബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കുന്നതാണ് വാഹനം. അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വാഹനത്തിൽ വലിയ എസ്തെറ്റിക് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞത് സീറ്റിൻ്റെ പാഡിങ്ങിലാണ്. ഏകദേശം 10 mm തിക്കറാക്കിയിട്ടുണ്ട്. സോ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, കുറച്ചും കൂടെ പാഡിങ് കൂടിയ സീറ്റാണ് വന്നിരിക്കുന്നത്. സോ പാഡിങ് കൂടുമ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സീറ്റ് ഹൈറ്റ് കൂടും. അപ്പം അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ട്രയംഫ് ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ചും കൂടെ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ ഷോർട്ടർ റൈഡേഴ്സ് സിറ്റി ട്രാഫിക്കിൽ വാഹനം യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് താഴേക്ക് കാല് റീച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. കംഫർട്ടബിളായിട്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിലൂടെ ഷോർട്ട് റൈഡേഴ്സിന് വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കും. സോ ഓവറോൾ ടൂറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ സീറ്റ്സായി, പ്ലസ് ആ ഒരു സീറ്റ് ഹൈറ്റിൽ വരുന്നിരിക്കുന്ന ഇൻക്രീസും നമുക്കിതിലധികം ബാധിക്കില്ല. ഏകദേശം 803 mm ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ്. നേരത്തെ ഇത് ഏകദേശം 790 റേഞ്ചിലായിരുന്നു നിന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 179 കിലോഗ്രാമോളമാണ് വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വാഹനത്തിൽ സെയിം ആണ്. സെയിം സീറ്റിംഗ് പോസ്റ്ററാണ് നമുക്കിതിൽ കിട്ടുന്നത്. നല്ല റിലാക്സ്ഡ് ആണ്, എന്നാൽ ഒരു ബിറ്റ് സ്പോർട്ടിനെസ്സോട് കൂടിയിട്ടാണ് നമ്മളിരിക്കുന്നത്. സോ റൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 13 ലിറ്ററിൻ്റെ മെറ്റൽ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്. പുതിയ പെയിൻറ്റ് ജോബിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. പുതിയ ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ബിഗർ ട്രയംഫ് ബൈക്കുകളെ റിസംബിൾ ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓഫ്സെറ്റ് ഫ്യൂൽ ക്യാപ്പാണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാൻഡിൽ ബാർ നോക്കി കഴിഞ്ഞാൽ ടേപ്പേഡ് ഹാൻഡിൽ ബാറാണ്, അലുമിനിയം ഹാൻഡിൽ ബാറാണ്. സോ ഓവറോൾ ആ ഒരു റൈഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടാൻ പോകുന്നത്. സ്വിച്ച് ഗേഴ്സൊക്കെ തന്നെ പ്രീവിയസ് ജനറേഷനുമായിട്ട് സെയിം ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് എഞ്ചിൻ ഗിൽ സ്വിച്ച് വരുന്നുണ്ട്, ഹസാർഡ് ലാമ്പ് സ്വിച്ച് വരുന്നുണ്ട്, പവർ സ്റ്റാർട്ട് സ്വിച്ച് വരുന്നുണ്ട്, ഹൈ ബീം സ്വിച്ച് വരുന്നുണ്ട്, പാസ് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റർ കൺസോൾ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ഇൻഫോ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോൺ ആണ് വരുന്നത്. ബാർ ആൻഡ് റൗണ്ട് മിറേഴ്സ് നമുക്കിതിൽ കിട്ടുന്നു. സോ ആ ഒരു ടിപ്പിക്കൽ നിയോ റെട്രോ സ്റ്റൈലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു LED ഹെഡ് ലാമ്പ് വിത്ത് DRL ഓൾ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലത്തെ ടെയിൽ ലാമ്പും LED ആണ്. സെയിം ഡിസൈൻ തന്നെയാണ്. മീറ്റർ കൺസോളും സെയിം ആണ്. നമുക്ക് ആ ഒരു 0 to 180 വരെ റീഡിംഗ് ഉള്ള പാർഷ്യലി അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു പോർഷൻ ലോഡപ്പ് ആവുന്നത് കാണാനും ഈ ഒരു പോർഷൻ നമ്മൾ സ്പീഡ് കയറുന്നത് കാണാനും നല്ല രസമാണ്. നടുക്കായിട്ട് നമുക്ക് ട്രയംഫിൻ്റെ ലോഗോ ഉണ്ട്. വാർണിംഗ് ലാംപ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സൈഡിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വലിയ ന്യൂട്രൽ അല്ലെങ്കിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടാക്കോമീറ്റർ. ഓഡോമീറ്റർ ഉണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ കാണിച്ചു തരും, അതുപോലെ തന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചു തരും, ടാങ്ക് റേഞ്ച് കാണിച്ചു തരും. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. സോ ഓൺ ആൻഡ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെറ്റിംഗ് മെനുവും പോകുന്നുണ്ട്. ഒരു ടൈം ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂൽ ഗേജും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ GoPros പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാഹനത്തിൽ വെച്ച് തന്നെ ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷനും ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 43 mm ഗോൾഡൻ USD ഫോർക്കാണ് വാഹനത്തിൽ വരുന്നത്. എൻഡ്യൂറൻസിൻ്റെയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽസിൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്നത് വെഡസ്ട്രൈൻ്റെ 110 സെക്ഷൻ റേഡിയൽ ടയറാണ്. സോ കുറച്ചും കൂടെ ഗ്രിപ്പിയർ ആയിട്ടുള്ള കുറച്ചുകൂടെ ഹൈ പ്രൊഫൈലുള്ള ടയറാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് സ്റ്റാൻഡേർഡ് വെക്കുന്നത്. ബാക്കിൽ നമുക്ക് 150 സെക്ഷൻ ടയറും വരുന്നുണ്ട്. 17 ഇഞ്ച് തന്നെയാണ് ബാക്ക് ടയറിൻ്റെയും വലിപ്പം വരുന്നത്. 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് വിത്ത് റേഡിയലി മൗണ്ടഡ് 4 പിസ്റ്റൺ കാലിപ്പർ. അതുപോലെ വൈബ്രയുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു യൂണിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിൻറ്റേഡ് പാഡ്സ് ആണ് കിട്ടുന്നത്. സ്റ്റീൽ ബ്ലേഡഡ് ലൈൻസ് വരുന്നുണ്ട്. സോ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല ഒരു റെസ്പോൺസ് തന്നെയായിരിക്കും ഈ ഒരു വാഹനം തരുന്നത്. ബാക്കിൽ നമുക്ക് 230 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതും സിംഗിൾ പിസ്റ്റൺ വൈബ്രറി കാലിപ്പറോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അലുമിനിയം സ്വിങ്ങാമാണ് ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 43 mm ഒരു റിയർ സ്പ്രോക്കറ്റ് സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ ബിഗർ സ്പ്രോക്കറ്റ് സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോർക്കി ഫീല് വാഹനത്തിന് കിട്ടാൻ അത് സഹായിക്കും. ആ ഒരു അപ്സെപ്റ്റ് എക്സോസ്റ്റ് ഡിസൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സോസിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചേഞ്ച് ഒന്നും തന്നെ ഇല്ലെന്നാണ് ട്രയംഫ് പറയുന്നത്. പക്ഷേ ഒന്ന് കേട്ട് നോക്കാം.
അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇനി എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രയംഫിൻ്റെ സെയിം TR സീരീസ് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. 398.12cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4-വാൽവ് DOC എഞ്ചിനാണ് വരുത്തിയിരിക്കുന്നത്. മാക്സിമം 39.5 PSP പവറും ഒരു 8000 RPM പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ 37.5 Nm ടോർക്കും ഇത് ജനറേറ്റ് ചെയ്യും, ഏകദേശം 7000 RPM. സോ ആ ഒരു സെയിം എഞ്ചിൻ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം 6-സ്പീഡ് ഗിയർ ബോക്സ്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് വരുന്നുണ്ട്. റൈഡ് ബൈ വയർ ത്രോഡിലാണ് വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളും ഡ്യുവൽ ചാനൽ ABS നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ബാക്ക് സസ്പെൻഷൻ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് കുറച്ച് ഓഫ് സെറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് അബ്സോർവർ ആണ്. ഗ്യാസ് ചാർജർ മോണോ ഷോക്ക് അബ്സോർവർ ആണ്. സോ ഓൾറെഡി ഉള്ള ആ ഒരു സെറ്റപ്പ് തന്നെ ഈ ഒരു ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പുതിയ 2025 മോഡൽ ട്രയംഫ് സ്പീഡ് 400 വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. മെയിനായിട്ടും പുതിയ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന കുറച്ച് പോരായ്മകൾ അവർ കുറച്ച് മേക്കപ്പ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ ചേഞ്ച്. അതല്ലാണ്ട് ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ട്രയംഫ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് മോട്ടോർ സൈക്കിൾ ആയിരുന്നു. അതിനെ കുറച്ചും കൂടെ അവർ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് എനിക്ക് ഈ ഒരു ലോഞ്ചിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ഷോറൂം ഡൽഹി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 2,40,000 റുപ്പീസാണ്. അപ്പോൾ പ്രീവിയസ് ജനറേഷനേക്കാളും ഒരുപാട് എക്സ്പെൻസീവ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ ഉള്ള ചേഞ്ചുകൾക്ക് ഒരു ചെറിയ പ്രൈസ് ബമ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ഒരു വെഡസ്ട്രെയിൻ ടയർസ് തന്നെയാണ്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ബ്രേക്കിംഗ്, കോർണറിങ് ആൻഡ് ഓൺ റോഡ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ടയർസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ കളേഴ്സ് വന്നുകൊണ്ട് തന്നെ വാഹനം കുറച്ചും കൂടെ നമുക്ക് പ്രീമിയം ആയിട്ടും ഫ്രഷ് ആയിട്ടും ഫീൽ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഒരു പുതിയ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡൽ കൂടെ ട്രയംഫ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദ ന്യൂ ട്രയംഫ് സ്പീഡ് T4 എന്നാണ് അതിൻ്റെ പേര്. സോ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു വാഹനത്തിനേക്കാളും ഏകദേശം 23,000 രൂപയോളം അതിന് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ ആ പ്രൈസ് ഡിഫറൻസിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ആ ഒരു വാഹനത്തിന് വരുന്നത്, അത് വെർത്താണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. സോ ഗൈസ്, ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനോട് കാണുമ്പോൾ മിനി ജിൻസായിരിക്കും.